ഈ ഡയലോഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അപ്പു ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഒരു സ്ഥലത്ത് പോലും ഫംബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം പഠിച്ചിട്ട് വന്ന് ചെയ്യുക. ആട് 3യുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആ പാട്ടും വെച്ചിട്ട് മിഥുനും ഞാനും എന്റെ സ്റ്റുഡിയോയിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുത്തിരിക്കുന്നതാണ് ഭഗത്തിന്റെ പ്രശ്നം. അജു ഇരുന്ന് ഫിൽട്ടർ ചെയ്തോണ്ടിരിക്കും. ഭഗത്തിനൊന്നും പറയാൻ പറ്റാത്ത. നീ പറ. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്താ സന്തോഷം കൂടുതൽ ആദ്യം പറഞ്ഞുതരണം. ഒന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവരെന്തെങ്കിലും ഒന്ന് പറയട്ടെ. അവരെല്ലായിടത്തും ഇങ്ങനെ തുടങ്ങുമ്പോ തന്നെ അതെ മനസ്സിലായില്ലേ? എത്ര ഉള്ളു കാര്യം. ജനങ്ങളെ മന്യത മുഴുപടം മാറ്റണേ, യൗവനകാലം അതിമധുരമേ, ഉന്മാദലഹരിയിലാടണേ, 16 ലോകത്തും നമുക്കിന്ന് വെന്നിക്കോടി പാറിക്കണം. ഓവേയോ മാനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർവാടിക്കൂട്ടം. ദ ഫോർത്തിൽ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ വിശേഷങ്ങളുമായി സംവിധായകൻ വിനീത് ശ്രീനിവാസൻ, മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ, ഹരികൃഷ്ണൻ, ഭഗത് മാനുവൽ, അജു വർഗീസ് എന്നിവരാണ് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവരും ആക്ടേഴ്സും കൂടിയാണ്. പിന്നെ ഷാൻ റഹ്മാൻ ആക്ടേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നു, പിന്നെ ഓൾറെഡി നിങ്ങളുടെ പ്രൊഡ്യൂസറും ആക്ടേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്, ഒരു യാത്ര കഴിയുന്നു. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഭയങ്കര രസമുള്ളൊരു കമൻറ്റ്, ഫേസ്ബുക്കിൽ കണ്ടൊരു കമൻറ്റ്, വിനീത് ശ്രീനിവാസൻ സ്കൂൾ ഓഫ് സിനിമയുടെ ഒരു മിനി 2020 ആണ് ഇത് എന്നാണുള്ളത്. അത് ആ എല്ലാ ക്രൂവിനെയും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഈ സിനിമയിൽ. സോ ഇത് ഈ സിനിമ കൺസീവ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ വിനീതേട്ടൻ്റെ കൂടെ ഇത്രയും കാലം സിനിമയിലുള്ള എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയാണോ, അതല്ലെങ്കിൽ സിനിമയായിട്ട് സ്ക്രിപ്റ്റായിട്ട് വന്ന സമയത്ത് പറ്റിയ ആളുകളെയൊക്കെ യോജിപ്പിച്ചതാണോ? എന്താണ് അതിൻ്റെ ഐഡിയയുടെ പറയുന്നത്? സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും ഈ സിനിമയ്ക്കകത്തേക്ക് വന്നാൽ നന്നായിരിക്കും എന്നുള്ളത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത്. അതും ഞാൻ ഒറ്റയ്ക്കെടുത്ത ഡിസിഷനല്ല. ഞാനിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശാഖിൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട് നോബിളിൻ്റെ അടുത്തും ദിവ്യയുടെ അടുത്തും പിന്നെ ബാക്കി നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത് ഇന്നയാളുണ്ട് എങ്ങനെ ഉണ്ടാവും ഈ ക്യാരക്ടറിന്, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നമ്മൾ ഭാഗത്തൊരു റോള് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാൻ ഭാഗത്തിനെ വിളിച്ചു. പിന്നെ ഹരിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ച് ഹരീനെ വിളിച്ചു. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു റോളല്ല, പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഹരി വന്നപ്പോഴേക്കും ഞാൻ ശ്രാവണിനെ വിളിച്ചു. അത് നമ്മുടെ മലർവാടിയിലെ സന്തോഷമായിട്ടുള്ള. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല, അവൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ ശ്രാവൺ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ശ്രീരാമിനെ വിളിച്ചു. ശ്രീരാം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബേസിലിനെ അതിനു മുമ്പേ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. ബേസിൽ അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കാരണം ബേസിലിൻ്റെ തിരക്ക് പലപ്പോഴും അവൻ എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ അറിയും. അവൻ വരാമെന്ന് പറഞ്ഞു, നീരജ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഒരു ദിവസം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത്രയും പേരായി സിനിമയിൽ. അല്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഡേറ്റ് മാറിയാൽ എങ്ങനെ ഇത്രയും ആൾക്കാരുടെ ഡേറ്റ്സ് മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള തോട്ടൊക്കെ പോയത് അപ്പോഴാണ്. പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. നമുക്ക് എവിടെ ഒരു തടസ്സവും വന്നില്ല. അത് മാത്രമല്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിൻ്റെ ഷൂട്ട് നടക്കുകയും ചെയ്തു. ഒരു ഐഡിയൽ ക്ലൈമറ്റിക് കണ്ടീഷനിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഷാൻ റഹ്മാനെ ഒരു നടനാക്കി മാറ്റാൻ എന്തായിരുന്നു ആ ഒരു തീരുമാനം എപ്പോഴാണ് എടുത്തത്? എനിക്ക് ആക്ച്വലി ഷാനിനെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് നേരത്തെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മൾ കുറേ ഇൻ്റർവ്യൂവിൽ തമാശയായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷാനിന് ആൾക്കാർ ഒരു പുതിയൊരാൾ സിനിമയിൽ വരുമ്പോൾ, എസ്പെഷ്യലി വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സർപ്രൈസ് ഉണ്ടെങ്കിലേ ആ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാർ അടയാളപ്പെടുത്തുള്ളൂ, നോട്ടീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഷാൻ്റെ അതേ ലുക്കിലും അതേ പേഴ്സണാലിറ്റിയിലും വന്നിട്ട് ഷാൻ ഈ പടം ചെയ്യുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് ഷാൻ റഹ്മാൻ വന്നു
എന്ന് മാത്രമേ ആൾക്കാർക്ക് തോന്നുള്ളൂ. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഷാനിന് ആക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇത് ഷാൻ ചെയ്താൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി. അതായത് ആൾക്കാർ നേരത്തെ ഗസ് ചെയ്യില്ല ഇയാൾ ഇന്ന സ്വഭാവക്കാരനാണെന്നുള്ളത്. കാരണം ഷാനിന് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഉള്ളൂ, ഒരു ഇമേജിൻ്റെ ഭാരമില്ല ഷാനിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ഇയാളുടെ ക്യാരക്ടർ മാറുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ ട്രൂ കളേഴ്സ് ഈ ക്യാരക്ടറിൻ്റെ റിവീൽ ആകുമ്പോൾ ഒരിക്കലും ആൾക്കാർക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സർപ്രൈസസ് ഉണ്ടല്ലോ, ഷാൻ വന്നു കഴിഞ്ഞാൽ അത് കിട്ടും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഷാനിനെ ആക്ച്വലി വിളിക്കാൻ കാര്യം. സോ അഭിനേതാവ് ഷാൻ റഹ്മാനാവുന്ന എങ്ങനെ ഉണ്ടായിരുന്നു, അതും വിനീതിൻ്റെ സിനിമയിലൂടെ? രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ കഥ കേട്ടു. കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമില്ല, നമ്മുടെ മേഖല ഇതല്ല. പിന്നെ എനിക്കിതിങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട്, കാരണം ഓബിയസ്ലി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇത് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇഷ്ടം. കാരണം ഞാൻ വിനീതും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ പെട്ടെന്ന് ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഇത്ര ആളുകളുടെ മുമ്പിൽ നിന്ന് ഒരു ഡയലോഗ് പഠിച്ച് പറയുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ വിനീതിന് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കൊള്ളാം. പിന്നെ വിനീതിൻ്റെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കും കോൺഫിഡൻസ് ആവുന്നത്. അവന് ഇത്രേ പറയുള്ളൂ, നീ ചെയ്യടാ, ഇതാണ് അവൻ്റെ ആക്ഷൻ, നീ ചെയ്യടാ എന്ന്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ഉള്ള ടെൻഷൻ അങ്ങ് മാറും. അല്ലാതെ ഭയങ്കര ഫോർമലായിട്ട് ആ സെറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പം വിനീതാണെങ്കിലും ശരി, വിനീതിൻ്റെ ചുറ്റുമുള്ള ആളുകളാണെങ്കിലും ശരി, വിശാഖാണെങ്കിലും ശരി, ബാക്കിയുള്ള അഭിനേതാക്കളാണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ ടെൻഷൻ പകുതി കുറച്ചെന്നത് ഇവരാണ്. അപ്പോൾ അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റി. അജു ചേട്ടൻ ഇതിൻ്റെ കഥ പോലും കേൾക്കാതെയാണ് വിനീത് ശ്രീനിവാസനോട് കമ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ് കഥ പോലും കേൾക്കാതെ ഈ പടത്തിൽ കമ്മിറ്റ്? മിക്ക സിനിമ അങ്ങനെ തന്നെയാണ്. അല്ല, ഈ സിനിമ മാത്രമല്ല, മിക്ക സിനിമ അങ്ങനെ ജസ്റ്റ് ഒരു ത്രെഡ് അറിയും, ബാക്കി അവരുടെ ഇതിന് വിട്ടുകൊടുക്കാറ് സാധാരണ. ഓക്കെ, ഹൃദയത്തിലൊരു കംപ്ലീറ്റ് ഒരു കോമഡി ടച്ചുള്ള കഥാപാത്രമായിരുന്നു. ഇതിൽ പക്ഷേ ട്രെയിലറിൽ കാണുന്ന സമയത്ത് 2 ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഈ ക്യാരക്ടറിലൂടെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാരക്ടറാണ്. ഞാൻ പറയുന്നൊരു ആക്ടിങ് ഓറിയൻറ്റഡിനേക്കാളും. അപ്പം ഹൃദയം കുറച്ചും കൂടി യങ് ആയിരുന്നു. ഇത് 2 കാലഘട്ടം ഉണ്ടല്ലോ, ചെറുപ്പമുണ്ട് പ്രായമുള്ളതുകൊണ്ട്. ഭഗത്തും ഹരികൃഷ്ണനും മലർവാടിയിലൂടെ അജിത് ചേട്ടനുമുണ്ട്. മലർവാടിയിലൂടെ നിങ്ങളെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെയാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഭഗത്ത് വീണ്ടും വരുന്ന സമയത്ത് ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ തവണ പറഞ്ഞു ഞങ്ങൾക്ക്. എന്നെ വിളിച്ച് വിനീതനെ വിളിച്ച് തറവാട് പറയരുത്. ഇല്ല, വിനീതനെ വിളിച്ചു. ഒത്തിരി സന്തോഷത്തോടെ എന്നാലും ഇച്ചിരി ഒരു വരിയും കൂടെ പറ. ഹരിയുടെ റോൾ എന്താണ്? റോളിനെ പറ്റി പറയാനുള്ള ഇതില്ല. ഹരിയുടെ റോള് ഞാൻ പറയും, മൂന്നാറിലെ ഷൂട്ടിൽ ഞാൻ കണ്ടായിരുന്നു. അല്ല, ഹരി ഒരു ക്യാമറമാൻ. ഹരിക്ക് അത് പറയാൻ പാടില്ല, കാരണം കുറേ പേരുടെ സംഗതികൾ നമ്മൾ റിവീൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. ഹരി ഇതിലൊരു സിനിമാറ്റോഗ്രാഫറായിട്ടാണ് സിനിമയിൽ. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. ഓക്കെ, ഇപ്പം മലർവാടിയിൽ തുടങ്ങുന്നൊരു യാത്ര ഉണ്ടല്ലോ, ഡയറക്ടർ എന്നുള്ള യാത്രയിൽ മലർവാടി തുടങ്ങുന്ന യാത്രയുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷം, ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർ എന്നുള്ള രീതിയിൽ വിനീത് ശ്രീനിവാസന് വന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള എപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? അതായത് ഫസ്റ്റ് പടം ചെയ്യുന്നവരും ഇപ്പോഴത്തെ പടം ചെയ്യുന്നതും തമ്മിലുള്ളൊരു മാറ്റം എന്തൊക്കെയാണെന്നുള്ളത്? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ടെക്നീഷ്യൻസിൻ്റെ ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് സിസ്റ്റം ഒരുപാട് വളർന്ന പോലെയും എനിക്ക് ആളുകളെ വിശ്വസിക്കാനുള്ളൊരു എബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ചുറ്റും ഉള്ളതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ആ ഒരു സംഗതി നന്നായിട്ട് ഇപ്പോൾ ചുറ്റുമുണ്ട്. ഒരു വലിയൊരു സേഫ്റ്റി നെറ്റിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ എനിക്ക് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി നിന്ന് ഓരോ കാര്യങ്ങളും ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഷാനിനറിയാം, എല്ലാ സ്ഥലത്തും നമ്മളെത്തി നമ്മൾ തന്നെയാണ് എല്ലാം ഇങ്ങനെ
പിക്ക് ചെയ്ത് ഈവൻ തട്ടത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും എല്ലാം ഇപ്പോൾ ഒരു ഫൈനൽ ഗ്രേഡ് ഇപ്പോൾ നമ്മുടെ DA സ്റ്റുഡിയോ ഒന്ന് ഔട്ട് എടുത്തിട്ട് TV ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഗ്രേഡ് ചെയ്യണം. ആ ഗ്രേഡിനടക്കം ഞാനും ഇവനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഔട്ട് എടുക്കുന്ന അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ADsനെ ഈസിലി ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളടക്കം ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രൊഡക്ഷൻ വണ്ടിയോ നമ്മുടെ വണ്ടിയിൽ തന്നെ പോയി സ്റ്റുഡിയോയിലേക്കുള്ള പോക്കും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തൊരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് ആ ഒരു ഇപ്പം നമുക്ക് പല കാര്യങ്ങളും പലരെ ഏൽപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശാഖിനെ ഏൽപ്പിക്കാറുണ്ട്. ഈ ഫോർ എക്സാമ്പിൾ പോസ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ കാണുന്ന ഈ ഫ്ലെക്സസ് ഒക്കെ യെല്ലോ ടൂത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് വിശാഖും കൂടി ഇരുന്നിട്ടാണ് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ അവരാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സജഷൻസ് പറയുന്നതും ഔട്ട് മേടിച്ചെടുക്കുന്നതും ഒക്കെ വിശാഖാണ്. ഞാൻ ജസ്റ്റ് ഫൈനലാവുന്ന സമയത്ത് അവൻ എനിക്ക് അയച്ചു തരും, എനിക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും. ഫൈനലി നമ്മൾ അപ്രൂവ് ചെയ്യേണ്ട പോസ്റ്റേഴ്സ് അപ്രൂവ് ചെയ്ത് ഔട്ട് എടുക്കും. അപ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് അതത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അതാണ് ഏറ്റവും വലിയ മാറ്റം ശരിക്കും. ഓക്കെ, ഇതിലിപ്പം അജു ചേട്ടനുണ്ട്, ഭഗത്തുണ്ട്, ഹരിയുണ്ട്, അതായത് മലവാടിയിൽ കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവർ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയിൽ പല മേഖലകളിലായിട്ട് ഇപ്പോഴും സക്സസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ അവിടെ മലവാടിയിൽ വരുന്ന സമയത്ത് ഇവർ ഒരു ഫ്രഷ് ഫേസാണ് ഇവരെ ആക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം. ഇവൻ ധ്യാൻ തിരയിൽ വരുന്നൊരു പുതുമുഖമായിരുന്നു. ഈ വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഒരു സിനിമയിലെ മേഖലകളിൽ അവരുടേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ആക്ടേഴ്സായിട്ട് വരുന്ന സമയത്ത് ഇവരെ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, എൻ്റെ പിള്ളേർ, ഞാൻ കൊണ്ടുവന്ന പിള്ളേർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മളെല്ലാവരും കൂടെ തുടങ്ങിയതാണ്. ഇവർ മാത്രമല്ല മലയാളികളിൽ, ഇത് മലർവാടിയിൽ പുതിയ ആൾക്കാർ. ഞാനും എൻ്റെയും ഫസ്റ്റ് സിനിമയാണ്. ഞങ്ങൾ അത് ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. അല്ലാതെ ഞാനൊരു എന്താ പറയുക ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് ഞാൻ അകത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരില്ല. ഞാനടക്കം ഇവരുടെ കൂടെ നടന്നിട്ട് അകത്ത് കയറിയ ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. സക്സസിൻ്റെ ലെവൽ പല ആൾക്കാർക്കും പലതായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സക്സസ് ഉണ്ടായ സമയങ്ങളുണ്ട്, അങ്ങനെ അല്ലാതിരുന്ന സമയങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്, സക്സസ് ഉണ്ടായ ടൈമും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും 14 വർഷം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചൊരു സിനിമ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്വപ്നം കാണുന്ന കാര്യമല്ലേ, അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. ഈ ഭഗത്തിന് ഇപ്പം മലർവാടിയിലൊരു കോമഡി ട്രാക്ക് ഉണ്ട്, അതേ സെയിം സമയത്ത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ലവ് ട്രാക്കുള്ളൊരു റൊമാൻറ്റിക് ട്രാക്കുള്ളൊരു ആക്ടറാണ്. പിന്നീട് പിന്നെ തട്ടിത്തിന്മറയത്തിലേക്ക് വരുന്ന സമയത്തും ഈവൻ വടക്കൻ സെൽഫി വിനീതൻ ഡയറക്റ്റ് ചെയ്ത പടം അല്ലെങ്കിൽ കൂടിയും പഠിപ്പിച്ചായിട്ടുള്ള ഒരു കോമഡി ട്രാക്കിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ക്യാരക്ടറിൻ്റെ റിവ്യൂ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റും? ഏകദേശം അവൻ്റെ സ്വഭാവം തന്നെ. ഇപ്പോഴാണ് സംസാരിച്ചത്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നിവിൻ്റെ കൂടെയാണ്, നിവിൻ്റെ ഒരു സുഹൃത്താണ് അല്ലേ? ഈ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ അഭിനയിക്കുന്ന നേരം എന്താ ഫീൽ വരുന്നത്? ഞാനിനി പറയില്ല. പുതിയൊരു റീടേക്ക് എടുത്തോ? ഇല്ല, വീട്ടേക്കൊന്നും വന്നില്ല. അല്ല പറഞ്ഞ അവൻ സ്വന്തം തന്നെ. എടുത്തിരിക്കുന്നതാണ് ഭഗത്തിന്റെ പ്രശ്നം. അജു ഇരുന്ന് ഫിൽട്ടർ ചെയ്തോണ്ടിരിക്കും. ഭഗത്തിനൊന്നും പറയാൻ പറ്റാത്ത. നീ പറ. ഞാൻ ധൈര്യമായിട്ട് വന്നു. അല്ല, ഇവരൊപ്പം നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്താ സന്തോഷം കൂടുതൽ ആദ്യം പറഞ്ഞുതരാം. ഒന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവരെന്തെങ്കിലും ഒന്ന് പറയട്ടെ. അവരെല്ലായിടത്തും ഇങ്ങനെ തുടങ്ങുമ്പോ തന്നെ അതെ, മനസ്സിലായില്ലേ? എത്ര ഉള്ള കാര്യം. അല്ലല്ല, സന്തോഷം കൂടുതലാണ്. ഒന്നുമില്ല, ഇവരെ കൂടുതലാണ് അടിച്ചു പൊളിച്ച് പറഞ്ഞു ചേർത്താൻ. ഷാൻക, ഇപ്പം നിങ്ങളുടെ സിനിമാ കരിയറിന് മുമ്പ് തന്നെ ഹിറ്റ് ആയിട്ടുള്ള സാധനമാണ് കോഫി ടൈംസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സ്വതന്ത്ര
സംഗീതം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ വലിയ ഫെമിലിയർ ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആൽബം ഇറക്കി അത് വലിയ ഹിറ്റാവുകയും ചെയ്യുന്നു. പക്ഷെ അതിനൊരു തുടർച്ച ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പുറത്ത് നിങ്ങൾ അതിന്റെ തുടർച്ചയാണ് പിന്നീട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയല്ല, സിനിമയ്ക്ക് പുറത്ത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒരു സാധനം നമ്മുടെ ഓരോ ആൽബം നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള. ഇപ്പൊ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്നത് ആ സിനിമയും അതിലെ പാട്ടുകളും രണ്ടും നമ്മൾ ഒരേ സീരിയസ്നെസ്സില്ല. ആ പാട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻഡിപെൻഡന്റ് ആൽബം പോലെയാണ്. നമ്മളൊരു അതിലെ പാട്ടുകളൊന്നും ഒരു ഹിറ്റ് ഫോർമുല പിടിച്ചിട്ട് ചെയ്തിട്ടുള്ള പാട്ടുകളല്ല. എല്ലാം ഹിറ്റ് ഫോമിൽ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അതെ, നമ്മൾ അതിൽ നിന്നൊക്കെയാണ് ഓരോന്ന് പഠിക്കണം. പിന്നെ ഓഫ്കോഴ്സ് ഇൻഡിപെൻഡൻസ് സീനിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഇപ്പം അതിനുള്ളൊരു സമയം അല്ലെങ്കിൽ അത് തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉഗ്രൻ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾ ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നുണ്ട് മലയാളം സിനിമയുടെ പ്രൈം ടൈം ആണ് ഇപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനും ഇതൊരു പ്രൈം ടൈമാണ്. എല്ലാ രീതിയിലുള്ള ഇപ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അമൃത് പോലും കുറേ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഉഗ്രൻ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ പലവട്ടമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കോമഡിയാണ്. നമ്മൾ അത് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്തിട്ട് വ്യൂസ് എത്രയായി എന്ന് നോക്കുന്നതും ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സാണ്. അതായത് ഒരു 10 വ്യൂസ് അല്ലെങ്കിൽ ഒരു 100 വ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ പെരുന്നാളാണ്, സെലിബ്രേഷനാണ്. പിന്നെ നേരെ മറിച്ച് അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ ജിമിക്കിയിലെത്തുമ്പോൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷങ്ങൾ വെച്ചിട്ട് കൂടുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് യൂട്യൂബിൻ്റെ എന്തോ ബഗ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഇനി ഇവനെ വിളിച്ചിട്ട് ചോദിക്കാം, കാരണം ചെന്നൈ സെർവറാണല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവനെ വിളിച്ച ഉടനെ ഇവൻ ഫസ്റ്റിനോട് എടാ നീ ഇത് കാണുന്നുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ സെർവർ ഇഷ്യൂ അല്ല, ഇത് കൊളുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ബേസിക്കലി സോങ് മേക്കിങ്ങിൻ്റെ തിങ്കിങ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഫിലിം ആണെങ്കിലും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യണത്. ചോദിച്ചുകൊണ്ട് പറയാം, ഇപ്പം അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഷാനാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത സംഗതി നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത പോലത്തെ അല്ലാത്ത പാട്ടുകളുള്ള ഒരു ആൽബം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് പോലെ തന്നെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് കറക്റ്റ് ആയിരിക്കണം, പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള റൂട്ടിൽ പോകുന്ന പോലെ ആയിരിക്കാനും പാടില്ല. അപ്പോൾ എനിക്ക് അജുവിനെ എഡിറ്റിയും കൊണ്ട് വിനീതേട്ടനോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം 2023 ആ വർഷത്തിന് മെയിൻ നടന്മാർ, അതായത് ഹീറോ ആയിട്ടുള്ളത് മാറ്റി നിർത്തിയാൽ ക്യാരക്ടർ റോളുകളിൽ ഏറ്റവും നല്ല റോളുകൾ ചെയ്തിട്ടുള്ള 2 പേർക്ക് ഒരാൾ അജുവാണ്. ഒന്ന് ജഗദീഷ് ഏട്ടനാണ് വ്യത്യസ്തമായിട്ടുള്ള റോൾ ചെയ്ത്. ഇപ്പുറത്ത് അജുന് സൈക്കോ ബാലേന്ദ്രൻ വരുന്നു, കേരള ക്രൈം സ്റ്റോറി വരുന്നു. ഇങ്ങനെ പല ഡിഫറെൻ്റ് ആക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടേഴ്സായിട്ട് വരുന്നു. ഫിനിക്സ് വരുന്നു. സോ അജുവിനെ ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു കോമഡിയനായിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പം അജു എത്തിയിരിക്കുന്ന ഈ ആക്ടിങ്ങിൽ ഇങ്ങനെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു വ്യത്യാസം കണ്ടിട്ട് ഡയറക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുമിച്ചാണ് തുടങ്ങിയെങ്കിലും ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്ന് തോന്നുന്നു? അല്ല, അജുവിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യമാണ്. അജുവിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ചില നടന്മാർക്ക് നമ്മൾ എത്ര ലുക്ക് ചേഞ്ചിന് ശ്രമിച്ചാലും പെട്ടെന്ന് അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ലുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് അജുവിന് ഈസി ആയിട്ട് അത് പറ്റും. അജുവിൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ, അജുവിൻ്റെ താടി മീശയും അങ്ങനെ ഫേസിലുള്ള സാധനങ്ങൾ മാറ്റിയാൽ തന്നെ അജുവിന് പുതിയൊരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണു അങ്കിള് ആണ് എനിക്ക് തോന്നുന്നു അജുവിന് അക്കാര്യത്തിലുള്ള ഇൻസ്പിറേഷൻ. വേണു അങ്കിളും കൂട്ടായിരുന്നു അല്ലേ അജു? സിദ്ദിഖ് ഇവരൊക്കെ ഈസിലി ലുക്ക് ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ലുക്ക് ചേഞ്ച് ആക്ച്വലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കുഞ്ഞിരാമായണത്തിൽ ഒരു വിഗും ഒരു മീശയും വെക്കണം എന്നുള്ളത് അജുവിൻ്റെ സജഷനായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ പറഞ്ഞു ഇല്ലടാ ഡെയിലി വെക്കേണ്ടി വരും, നമുക്ക് പെർഫോമൻസിൽ എന്തെങ്കിലും ചെറിയ എക്സാജറേഷൻ കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ അജു എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് ഇല്ല ഇത് വെച്ച് നോക്ക്, ഇത് വെച്ചിട്ട് ഇതും വിഗും മീശയും കൂടെ വെച്ചിട്ട് ആ സമയത്ത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ പെർഫോം ചെയ്യാൻ തോന്നും. നമ്മൾ സാധാരണ നമ്മുടെ മുഖം കാണുന്നതും നമ്മുടെ അപ്പിയറൻസ് വേറെ രീതിയിൽ കാണുമ്പോഴും നമ്മുടെ തോട്ട് മാറും. അതുകൊണ്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ട്.
അത് കറക്റ്റായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ആ വിഗും ആ മീശ എടുത്തു വെച്ചിട്ട് ഞാൻ കാരവാനിൽ നിന്ന് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ഞാനല്ല എന്നുള്ള ഫീൽ എനിക്ക് തോന്നാൻ തുടങ്ങി. ആൾക്കാർ കാണുമ്പോഴാണെങ്കിൽ ഞാൻ വേറെ ആളാണ് അല്ലേ, വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അപ്പോൾ വേറൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്തും ചെയ്യാം, ആ കോൺഫിഡൻസ് കിട്ടും നമുക്ക് ലുക്ക് ചേഞ്ച് വരുമ്പോൾ. അപ്പോൾ അതൊക്കെ അജുവിൻ്റെ ഒബ്സർവേഷനാണ്. അജു ഒരുപാട് സിനിമകളിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇവൻ, നമ്മളെക്കാളും എല്ലാവരെക്കാളും ആ രീതിയിൽ ഏറ്റവും എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളാണ്. ധ്യാൻ അടുത്തെത്തും ഇപ്പൊ അജുവിൻ്റെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അജുവിന് ആ തോട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അജു ശ്രദ്ധിക്കും. പിന്നെ അജുവിൻ്റെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് സിനിമകളിൽ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. ഇപ്പോൾ ഇവൻ ഫോളോ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും, ഇതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന അവരെന്താണ് പറയുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് പെർഫോമൻസിൽ ട്വീക്കുകൾ വരുത്താറുണ്ട് അജു. അപ്പോൾ കാണുമ്പോൾ നമുക്ക് വലിയ എഫേർട്ട് എടുക്കാത്ത ആളെ പോലെ തോന്നുമെങ്കിലും ഒരു തോട്ട് ഇടുന്ന ആളാണ്. ഓക്കെ, ഈ വ്യത്യാസം തന്നെ ഷാനിക്ക ആക്ട് ചെയ്തപ്പോൾ ഉറപ്പായിട്ടും. അല്ല, ഞാനത് പറഞ്ഞപ്പം റൈറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇപ്പം ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള് ആണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ ആ രീതിയിൽ എന്തായാലും ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ആ വിഗും ആ മീശയും പിന്നെ എനിക്കൊന്ന് ആ കോസ്റ്റ്യൂമും ആ സൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതായി അവിടെ നിങ്ങളുടെ നേരെ പുറകിലുണ്ട് ഞാൻ. അപ്പം അത് ഈ പിന്നെ വിഷ്വൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല അവിടെ നടക്കണം, അതിനകത്തൊരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ കൂടെ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പോൾ സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ടും ഒരു ട്രൗസറും ഇട്ടിട്ട് നടക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ആ ലൊക്കേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല, എനിക്ക് ആ റോൾ ചെയ്യാനും പറ്റില്ല. ഇത് ഈ ഒരു അറ്റയറിൽ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ തനിയെ നമ്മുടെ മൈൻഡും അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഈ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ധ്യാൻ, പ്രണവ് മോഹൻലാൽ ഈ കോംബോ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഫൈനൽ ചെയ്ത് കഴിഞ്ഞ? അതെ, എഴുതുന്നതിന് മുമ്പ് തന്നെ അപ്പുവും ധ്യാനുമാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ധ്യാൻ ചെയ്യുമെന്ന് എനിക്ക് ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുമായിരിക്കും എന്ന് എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. അപ്പു ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എനിക്കറിയാത്തത്. കാരണം അങ്ങോട്ട് പോകുന്ന ആരുടെയും സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പുവിനെ മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ട്രാവൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്മിറ്റ് ചെയ്തപ്പോഴാണ് ഇവർ രണ്ടുപേരും പിന്നെ ഇവർ മൂന്നുപേരും എന്തെങ്കിലും പ്ലാൻ ബി എന്തെങ്കിലും ഉണ്ടായിരുന്നു? സപ്പോസ് ഇവരാരെങ്കിലും ഇല്ലെങ്കിൽ? ഇല്ല, ഇവർ മൂന്നുപേരുടെ കേസിൽ പ്ലാൻ ബി ഇല്ലായിരുന്നു. ഇവർ മൂന്നുപേരും ഇല്ലെങ്കിൽ വേറൊരു പടം ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുക, അത് മാത്രമേ. ഈ ധ്യാനെ തിരയിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, ആക്ടറായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഈ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുന്ന സമയത്ത് ആക്ടർ എന്നുള്ള രീതിയിൽ ധ്യാനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ടോ? ധ്യാൻ ആക്ടിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി തന്നെ മാറിയിട്ടുണ്ട്. അവൻ ഭയങ്കര ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ തിരയുടെ സമയത്ത് ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ജോമോനൊക്കെ ഒരു സംശയത്തോടു കൂടിയിട്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. അതായത് ശോഭന ചേച്ചിയുടെ ഓപ്പോസിറ്റൊക്കെ നിൽക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫംബ്ലിങ് ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ജോമോൻ്റെ ലുക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടർ കാലിറാം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ക്യാരക്ടർ ചെയ്തൊരു കക്ഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സീനൊക്കെ നമ്മൾ ട്രിപ്ലിക്കേനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സീനിലാണ് ധ്യാൻ ആദ്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് പെർഫോം ചെയ്തത്. ആ സീൻ ഷൂട്ട് ചെയ്ത ഉടനെ ജോമോൻ എന്നിങ്ങനെ നോക്കിയിട്ട് ഒരു സ്മൈൽ ഉണ്ടായിരുന്നു, ട്രാക്കിലായി എന്ന് പറയുന്നത്. അത് 2nd ഡേയോ 3rd ഡേയോ എന്തോ ആണ്. അതുവരെ നമുക്കറിയില്ലായിരുന്നു. സട്ടിൽ പെർഫോമൻസസും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എത്രത്തോളം ധ്യാൻ ക്യാരക്ടർ പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ജോമോൻ്റെ കണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. 3ാമത്തെ ദിവസമാണ് ഈ സാധനം ക്രാക്കായത്. പക്ഷേ ഈ പടത്തിൽ വരുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ധ്യാൻ്റെ ഓക്കെ ആയിരുന്നു. ഇല്ലില്ല, അത്ഭുതപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലായി, ഓക്കെ സീസൺഡായി, പരിപാടി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ധ്യാൻ്റെ കാര്യത്തിൽ വിനീതിന് ഭയങ്കര പേടിയുള്ളത് സിനിമയുടെ കഥ പുറത്തു പറയോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇന്നലെ അവൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് പേടിക്കേണ്ട കാര്യമില്ല.
അത് അവൻ എവിടെ ഒന്നും പറഞ്ഞില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞത്രയും പോലും അവൻ പറഞ്ഞില്ല. ഈ അജു ചേട്ടൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളൊരു ഈ പ്ലാനിനെ കുറിച്ച് പിന്നെ ഇതാദ്യമായിട്ട് പറയുന്നുണ്ടാവുമല്ലോ, കഥ അല്ലെങ്കിൽ കൂടി ഇത്രയും പേരെ വെച്ചിട്ടുള്ള ഒരു സാധനം വിശാഖാദ്യം പറഞ്ഞു. ഇങ്ങനൊരു കാര്യം കേട്ട സമയത്ത് എന്താണ് തോന്നിയത്? ഇത്രയും ആക്ടേഴ്സിനെ വെച്ചിട്ടൊരു അന്ന് ഇത്രയും പേരെന്നുള്ള അതല്ല, എന്നാലും ഇങ്ങനൊരു സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ തന്നെയല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സിനിമ കഥയോ കാസ്റ്റോ എന്തോ ആവട്ടെ, അപ്പോൾ അത് ഉണ്ടെങ്കിലും റോൾ ഇല്ലെങ്കിലും ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. നമുക്കത് സന്തോഷം തന്നെയുള്ളൂ. അത് ആ ഫസ്റ്റിനുള്ള ഒരു ഇത് ഞാൻ പിന്നെ ഒരു സിനിമയ്ക്കും കൊടുക്കില്ല. ആദ്യം പരിചയപ്പെട്ട സിനിമയ്ക്കും സിനിമാക്കാരോടുമുള്ള ബന്ധം വേറെ ഒരാളോടും എനിക്കില്ല ആക്ച്വലി. ഫസ്റ്റ് ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ ആ സുഹൃത്തുക്കളും ആ സിനിമയും അത് എത്ര റിപ്പീറ്റഡ് ആവുന്നോ ഇറ്റ് ഈസ് നൈസ്. ഈ ഹരിയുടെ ഹരിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഹരിനെ നമ്മൾ പിന്നെ മലർവാടിയിലൊരു അത്യാവശ്യം ഒരു ഗിറ്റാറൊക്കെ വായിക്കുന്ന ഒരു ആളായിട്ട് വരുന്നു. അവിടെ നിന്ന് ഹരിയുടെ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടാണ് ലോലനായിട്ട് ആടിൽ വരുന്നത്. അതും ബ്രേക്ക് ചെയ്തിട്ട് അഞ്ചാം പാതിരയിൽ ആ ഇമേജേ അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഒരു ഇമേജിലേക്ക്, ഐ മീൻ ഈസിലി ഈ ഇമേജ് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 2018 വേറൊരു സാധനമായിരുന്നു. ശാന്തി ഓശാനയിൽ വേറൊരാളായിരുന്നു. ശാന്തി ഓശാനിൽ റൊമാൻറ്റിക് ട്രാക്കുണ്ട്. സോ ഇങ്ങനൊരു ഡിഫറൻസ് സാധനം കൊണ്ടുവരുന്നതിന് ഹരിയുടെ ഒരു ട്രാക്ക് കാണുന്നത് ഇതേട്ട. ഞാൻ ഹരി നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഹരിക്ക് പുള്ളി ചെയ്യാനും പറ്റും, ചിലപ്പോൾ അത് സംഭവിക്കാം. മിഥുൻ്റെയൊക്കെ പടത്തിൽ അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ, കാരണം മിഥുന് നന്നായിട്ട് ഹരിനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അതുപോലെ മിഥുനെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഡയറക്ടർ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഹരിനെ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഹരിയുടെ കംപ്ലീറ്റ് സാധനം പുറത്തേക്ക് വരും. ഓക്കെ, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആട് 3 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരി അതിൻ്റെ അകത്ത് ആദ്യം ലോലനാണെങ്കിൽ കൂടി ഭഗത്തുണ്ട്, ലോൽ 3 പേര് ആടിൻ്റെ പാപ്പൻ. ആടിലേക്ക് വരികയാണെങ്കിൽ ആട് 3 വിനീതേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ആട് 3 ഉണ്ട്. സോ വർഷങ്ങൾക്ക് ശേഷം അപ്പുറത്തേക്ക് എങ്ങനെയുണ്ട് ആ ഒരു സിനിമയുടെ പ്രിപ്പറേഷനൊക്കെ എന്തായി? ആട് 3യുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആ പാട്ടും വെച്ചിട്ട് മിഥുനും ഞാനും എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെയാ? അപ്പം ആ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളത് നമ്മൾ ഒന്ന് ഇരിക്കണം. നെക്സ്റ്റ് ഇയർ ഷാൻ റഹ്മാൻ ഈസ് ബാക്ക്. വിനീത് ശ്രീനിവാസൻ ഫിലിം, മിഥുൻ മാനുവൽ ആട് 3 മാസമാണോ? ധനഞ്ജയ് അതല്ല ഞാൻ പറഞ്ഞ വിനീത് മിഥുൻ പടം നെക്സ്റ്റ് ഇയർ. നൈസ്. സോ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നത് കംപ്ലീറ്റ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഷോ ഒക്കെ ചെയ്തു. ഞാനിപ്പോൾ ആ ഒരു ഷോയുടെ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കമന്റ് കുറെ കണ്ടിട്ടുണ്ട്, ഷാൻ റഹ്മാൻ നീതി പാലിക്കണം, കേരളത്തിൽ ഷോ നടത്തുന്നില്ല. കേരളത്തിൽ നമ്മുടെ ആദ്യത്തെ പ്ലാൻ കേരളവും ദുബായും ആയിരുന്നു. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കോഴിക്കോട് ഷോ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ഈ റിഹേഴ്സൽസ് കാര്യങ്ങളൊക്കെ അത് ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും. അവിടെ ആണെങ്കിൽ നമ്മുടെ ബാൻഡൊക്കെ ചില്ല് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തിട്ട് വരുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ലെവൽ ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരെ പുഷ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കോട് ഷോ തൽക്കാലം വേണ്ട, ദുബായ് ഷോ കഴിഞ്ഞിട്ട്. കാരണം ആദ്യം കോഴിക്കോട് പിന്നീട് ദുബായ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കോഴിക്കോട് ഷോ തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ദുബായ് ഷോയിലേക്ക് കോൺസെൻട്രേറ്റ്. അപ്പോൾ നമുക്കും കുറേ ടൈം കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് മിക്കവാറും കൊച്ചി ആയിരിക്കും. അത് ഒരു ഓണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഈ പ്രണവിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഹൃദയത്തിലും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ സുഹൃത്ത് എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് കാണുന്നത് വിനീതേട്ടൻ? ആക്ടിങ് കുറച്ചുകൂടെ ആക്ടിങ്ങിനേക്കാളും കൂടുതൽ ഡബിങ് കുറച്ചുകൂടെ ഈസി ആയിട്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ബോഡി കുറച്ചുകൂടെ അയഞ്ഞ് ഫ്രീ ആയിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ ടൈമിലും ഇതുപോലത്തെ ഒരു സാധനം അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൂസായിട്ട് ചെയ്യാൻ സ്കോപ്പുള്ള കുറേ ഏരിയാസ് ഉണ്ട്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അപ്പൂന്.
അപ്പോൾ ആ ഏരിയ ഒക്കെ വന്നപ്പോൾ അത്രയും ലൂസായിട്ട് ഓൺ ക്യാമറ അപ്പൂനെ ഞാൻ കണ്ടിട്ടില്ല, ഓഫ് ക്യാമറ കണ്ടിട്ടുണ്ട്. ഓഫ് ക്യാമറ കണ്ടതാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ ഓഫ് ക്യാമറയിൽ ഒരാളെ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓൺ ക്യാമറയിൽ അത് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ പക്ഷേ ഒരാൾ ചെയ്യുന്നവരെ നമുക്ക് ഉറപ്പില്ലല്ലോ. പക്ഷേ ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അപ്പവും ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഞാൻ ഷൂട്ട് ചെയ്തത്. ആഘോഷിച്ച് ഷൂട്ട് ചെയ്ത സീനുകളുണ്ട്, ഇച്ചിരി ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ, ആ ഇമോഷൻ ഫീൽ ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്ത സീനുകളുണ്ട്. പിന്നെ ലെങ്തി ഡയലോഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അപ്പു ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഒരു സ്ഥലത്ത് പോലും ഫംബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം പഠിച്ചിട്ട് വന്ന് ചെയ്യുക. അപ്പോൾ ആസ് ആൻ ആക്ടർ ഭയങ്കര ഈസിയാണ്. സമയത്ത് വരും, പിന്നെ ഓവർ ടൈം നിൽക്കേണ്ട സിറ്റുവേഷനിലും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. ഫിസിക്കലി ആണെങ്കിൽ പോലെ ഇപ്പം നമുക്ക് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഒരു മുറിയിൽ നിന്ന് മച്ചിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറി പോകുന്ന പോലെയാണ്. അപ്പോൾ ഒരു വിൻഡോയിൽ ഇങ്ങനെ പിടിച്ച് അതിൻ്റെ പടിയിൽ ചവിട്ടി അടുത്ത പടിയിലേക്ക് ചവിട്ടി. അപ്പോൾ ഈ പടികളൊക്കെ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് കയറാൻ പറ്റില്ല, എനിക്ക് അവിടെ ലാഡർ വെക്കാണ്ട് കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് ഒരു ഷോട്ട് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന അപ്പു അത് ചെയ്യും. നമുക്കറിയാം അപ്പു ആകുമ്പോൾ അത് ചെയ്തോളും. അപ്പം അങ്ങനെ പല എളുപ്പമുണ്ട് അപ്പു വരുന്ന സമയത്ത്. നമ്മൾ പുതിയൊരു ലോകം എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവിൻ്റെ താഴേക്ക് ഒരു ആൽമരത്തിൻ്റെ വേരിങ്ങനെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന പോലത്തെ ഒരു ഷോട്ട് എടുത്താലോ. അത് ഇപ്പം ഞാനാണ് അഭിനയിക്കുന്നതെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് നോക്കുകയില്ല. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ആ ഗുഹയിലേക്ക് നോക്കാനും ആ വേര് പിടിച്ച് കയറുന്ന ഷൂട്ട് ചെയ്യാനും പറ്റും. അതാണ് ഫിസിക്കലി കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ് ആക്ട് ചെയ്യുന്ന സമയത്ത്. കണ്ണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ഇന്നസെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സ്ക്രീനിൽ കിട്ടും. അത് ആ ഫേസിൽ അതുള്ളത് കൊണ്ട് അങ്ങനെ അവൻ്റെ മുഖത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ. ഈ ഞാൻ ഇടക്കാലത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് ടൈമിലൊക്കെ വൈറലായിട്ട് കണ്ടിരുന്ന ഒരു വീഡിയോ, ലൊക്കേഷൻ ഹണ്ടിങ്ങും അതിൽ തലശ്ശേരി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവർ സ്വീകരിച്ചൊരു സാധനമായിരുന്നു. ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ ഒരു അനുഭവം കൂടി ഒന്ന് പറയാം. അന്ന് നമ്മൾ പോയത് മാളിയേക്കൽ തറവാട്ടിലാണ്. അപ്പം അപ്പുവിൻ്റെ കുറേ പേർക്ക് മനസ്സിലായിട്ടുള്ളത് മധുപകരു എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തട്ടത്തിൻമറയത്തിൽ വിനോദ് വൈശ്യം തമ്മിൽ കണ്ടുമുട്ടുന്ന ആ മുത്തുച്ചിപ്പിയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഹോളിലാണ്. അത് മാളിയേക്കൽ തറവാട്ടിൻ്റെ 1ാം നിലയാണ്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവർ പാട്ടും പാടിയിട്ടാണ് നമ്മളെ ആനയിച്ചകത്തേക്ക് കയറ്റിയത്. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു രീതി അത്. അതായത് അതിഥികൾ വരുമ്പോഴും അതിഥികൾ പോകുമ്പോഴും അവർ പാട്ടുപാടി അകത്തേക്ക് കൊണ്ടുവരികയും പാട്ട് പാടിക്കൊണ്ട് വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ട് അവർക്ക്. അപ്പോൾ അത് അവരുടെ ഒരു ഭയങ്കര രസമുള്ളൊരു ഫാമിലിയാണ് അത്. അപ്പോൾ നമുക്കാണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഫ്രീഡം തന്നിട്ട് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാണ്ടാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ തട്ടം നമ്മൾ അവിടെ ചെയ്യുമ്പോൾ തൊട്ടുള്ള അവരുടെ ഒരു സ്നേഹം ഒക്കെ ഉണ്ട്. അപ്പോൾ തട്ടത്തിൻ്റെ സമയത്തൊക്കെ ഇടയ്ക്ക് ചെറിയ ഇഷ്യൂസുമായിട്ട് ചില ആൾക്കാർ ഷൂട്ട് ബ്ലോക്ക് ചെയ്യാനൊക്കെ വരുന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെയുള്ള മൂത്തൊരു കാരണവരുണ്ട്, ഒരു ആൻറ്റി. അവർ പറയും ബ്ലോക്ക് ചെയ്യാനൊക്കെ ആളുകൾ വരും, പക്ഷേ വരുന്നവരൊക്കെ ആ പടിക്കപ്പുറത്തേക്ക് മാത്രം അത്രയും പവറാണ് അവർക്ക്. അപ്പം അങ്ങനെ ഉഗ്രം ഫാമിലിയാണ് അവർ. ഈ വിനീത് ശ്രീനിവാസൻ സിനിമകളുടെ പൊതുവായിട്ടുള്ള ഒരു കോറായിട്ട് നൊസ്റ്റാൾജിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം മലവാടിയിലാണെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്. തട്ടത്തിൻമറയത്തിലുണ്ട്. ഈവൻ അടുത്ത സിനിമകളും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നൊസ്റ്റാൾജിക് KSRTC അങ്ങനെയുള്ള കുറച്ച് തിരയിൽ മാത്രമേ. അതെ, ഒരു നൊസ്റ്റാൾജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പേര് പോലും ഒരു നൊസ്റ്റാൾജിക്കാണ്. ഇപ്പം നിങ്ങളെ ക്രൂവിനെ വെച്ചിട്ട് ഇത് അഭിനയിപ്പിക്കുമ്പോൾ പോലും ഒരുപാട് കോളേജിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാ ആളുകളും തിരിച്ച് ജോയിൻ ചെയ്യുന്ന പോലെ ഒരു നൊസ്റ്റാൾജിക്ക് ഇത്രയും ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിനും ഞങ്ങൾക്ക് പേഴ്സണലി സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ വരുന്നുണ്ട്. സോ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് വിനീത് ശ്രീനിവാസിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്? ഞാൻ സ്മരണയുള്ള വെച്ചിട്ടുള്ള കുട്ടിയാണ്. ഓക്കെ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി.
70കളിൽ നടക്കുന്ന കഥയാണ് ഇതെന്ന് പല സ്ഥലങ്ങളിലും വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഇപ്പോഴത്തെ കാലഘട്ടം. ശ്രീനിവാസൻ സാറ് പഠിക്കാൻ പോയ കാലത്തുള്ള അതിൻ്റെ ചില എലമെൻസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? ഈ കഥ ഒരു പൂർണ്ണ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് ഈ കഥ പറഞ്ഞിട്ടുണ്ടോ? റെസ്പോൺസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ 70കളിലുള്ള കംപ്ലീറ്റ് സാധനം അച്ഛനെ നറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര എന്നോട് പറഞ്ഞു ഇതിന് നല്ല നല്ല ലൈഫുണ്ട്, നല്ല ഹ്യൂമറും ഉണ്ട്. ലൈഫും ഹ്യൂമറും ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം ഒത്തിരിക്കുന്നത്, നിങ്ങളെല്ലാം ഒന്നിച്ച ആദ്യത്തെ പടമുണ്ട് മലർവാടി, നിങ്ങളുടെ എല്ലാം തുടക്കം അതിലാണ്. സോ അതിലൊരു പാട്ട് അവസാനമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടിത്തരാം. ജനങ്ങളെ മാന്യത മുഴുപടം മാറ്റണേ, യൗവനകാലമതി മധുരമേ, ഉന്മാദലഹരിയിലാടണേ. 16 ലോകത്തും നമുക്കിന്ന് വെന്നിക്കോടി പാറിക്കണം. ഓവേയോ മാനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർവാടിക്കൂട്ടം നാം. തന്താനേ നീ തന്താനേ, തന്താനേ നീ തന്താനേ. സോ ഈ ടീമിൽ നിന്ന് ഇനിയും നല്ല നല്ല സിനിമകൾ മലയാളികൾക്ക് ലഭിക്കട്ടെ. സിനിമയുടെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ എല്ലാവരും വ്യക്തിമുദ്ര പതിയട്ടെ. വർഷങ്ങൾക്ക് ശേഷം വലിയ വിജയമാവട്ടെ. എല്ലാവരും ആശംസ. താങ്ക് യു. താങ്ക് യു.